ഫീൽ ഗുഡ് എൻ്റർടൈനേഴ്സിൻ്റെ കാറ്റഗറിയിൽ പേരിട്ട ഒരാളാണ്. അതായത് 1-2-3 പടവും പുള്ളി ചെയ്തിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു വൈബിൽ ആ പടം എൻഡ് ചെയ്യിക്കാൻ പറ്റിയൊരു ഡയറക്ടറാണ് എം മോഹൻ. അദ്ദേഹത്തിൻ്റെ പടം കണ്ടതിൽ വെച്ച് ആർക്കും മോശമൊന്നും പറയാൻ തോന്നിയിട്ടില്ല. നാളെ 31 ജാനുവരി 2025 പുള്ളിക്കാരൻ്റെ പടം റിലീസാവുന്നുണ്ട്. പറ്റാവുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. വിനീത് ശ്രീനിവാസനാണ് നായകൻ. അപ്പോൾ എൻ്റെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് വൈകിയാണ് കാണാനിടയായത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. കാണാത്ത ആൾക്കാർ കണ്ടു നോക്കുക. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ പടം കാണാൻ തിയേറ്ററിൽ പോയി കാണും. കാരണം നമുക്കിപ്പോൾ സലീം കുമാർ പറഞ്ഞ പോലെ മലയാള സിനിമ വെട്ടിക്കൂട്ടിയിട്ട് ഇറച്ചി കഷ്ണം പോലെ ആയ ഒരു കാലാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുറച്ച് എന്താ പറയുക, ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു മൂഡ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കോമഡിയും പിന്നെ അങ്ങനെ എൻ്റർടൈനിങ് ഒരു വൈബിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ട്രെസ് ആവും. ഇപ്പോൾ പ്രശ്നം ഇതെല്ലാം ഡിപ്പെൻഡാണ്. നമ്മുടെ സോഷ്യൽ ലൈഫ് മൊത്തം ഡിപ്പെൻഡാണ് സിനിമ. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രെസ് റിലീഫ് ആകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് പോയി കാണുക. അതിൻ്റെ ട്രെയിലർ കാണാത്ത ആൾക്കാർക്കൊക്കെ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. ഒന്ന് കണ്ടു നോക്കും. ഇവിടെ പോയി സാറ് നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ എന്തോന്നരിത്. എന്നാൽ ഡയലോഗ് റെൻഡറിങ് ഒക്കെ വിനീത് ശ്രീനിവാസൻ കോമഡി വേറെ ലെവലാണ്. അതായത് പുള്ളിക്ക് ഡയറക്ഷൻ അറിയാവുന്നതുകൊണ്ട് ആ ഒരു മാനറിസം പൊളിയാണ്. പിന്നെ നിങ്ങൾ കാണും. സത്യം പറഞ്ഞു എന്നെ കാണാൻ ബേക്കാന്തോട്ടുണ്ട്. അവങ്ങളുടെ നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ ആ ഒരു കമന്റ്സ് ഒക്കെ കേൾക്കാനായിട്ട്. ഇതൊരു സ്വർഗാരാഗയുടെ ജാതകമാണ്. കുറച്ച് 18+ സംഭവങ്ങളൊക്കെ പുള്ളിക്കാർക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചിരിക്കാനുണ്ടാവും പടം. ആ ഒരു BGM മാച്ച് ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും ഡയറക്ഷനെല്ലാം പക്കയായിട്ട് പോയിട്ടുണ്ട്. നിഖില വിമല് അരവിന്ദന്റെ അതിഥികൾ സിനിമയിലുള്ളതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നത് പുള്ളിക്കാരൻ ഈ സിനിമയിലേക്കും ചൂസ് ചെയ്തേക്കുന്നത്. റൈറ്റ് ആയിരിക്കും. ഇതിപ്പോഴത്തെ നമ്മുടെ ആമ്പിള്ളേരിക്കായിട്ടുള്ളൊരു കൊട്ടും കൂടിയാണ്. പിന്നെ സമകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ സ്റ്റോറി. അത് ഒന്ന് വെച്ചെടുത്താൽ മതി. നല്ല ഫാസ്റ്റ് ഫേസിലുള്ള BGM അത് കോമഡിക്ക് ശരിക്കും മാച്ച് ആവുന്നുണ്ട്. സൗണ്ട് നല്ല കേട്ട് പരിചയം. എനിക്ക് മറ്റേ ടീം വ്ളോഗ് ചെയ്യുന്ന ടീമല്ലേ ആ യൂട്യൂബ്സിലൊക്കെ ഷോട്ട്, എനിക്ക് ആ പെൺകുട്ടിയും അതിലുള്ളതാണെന്ന് തോന്നണം. അത്ര പേരാണല്ലോ സിനിമയൊക്കെ അറിയിക്കണത് യൂട്യൂബ് വഴി. ഈ സാധനം ഹിറ്റാവും ഈ പാട്ട്. മിക്കവാറും റീലും ഷോർട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേയം. എങ്ങനെ ഇരിക്കണ നൈസ് അല്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേസിലായിരിക്കും പോണത്. കോമഡി എൻ്റർടൈൻസ് ഒക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളെ ഇരുത്തണം പിടിച്ച്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെ പടം ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ആൾക്കാർ റിവ്യൂ ഇട്ട് നശിപ്പിച്ചു കളയും. കാലം അതാണ്. ഞാൻ എന്തായാലും ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്നില്ല. എനിക്കൊരു 3.5 കൊടുക്കാൻ പറ്റിയ 3.5 മേളിൽ കൊടുക്കാൻ പറ്റിയ സംഭവം ഞാനിപ്പോൾ ട്രെയിലറിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം നാളെ സിനിമ ഇറങ്ങിക്കാണ്ട് ബാക്കി നമുക്ക് വിലയിരുത്താം കേട്ടോ.